ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഞങ്ങൾ ഇന്ന് കുഞ്ഞുവാവനെയും കൊണ്ട് ഒന്ന് റിവ്യൂവിന് പോവാണ്. കുഞ്ഞാവ് ഡിസ്ചാർജ് ആയി 2 ദിവസം കഴിഞ്ഞ് പോകാൻ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ്. പിന്നെ എന്തായാലും ഒരുങ്ങിയതല്ലേ, പിന്നെ ആദ്യമായിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് രണ്ടാമത് റിവ്യൂവിന് കൊണ്ടുപോകല്ലേ. അങ്ങനെ കുറേ നേരം ഒരുങ്ങിയതിൻ്റെ പ്രഹസനമായി പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോ. അന്നേരത്തേക്കും നമ്മൾ ബുക്ക് ചെയ്ത ഊബർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിലും അത്യാവശ്യം ഇവിടെ എപ്പോഴായാലും തിരക്കായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ടൈമിലൊന്നും ഹോസ്പിറ്റലിൽ എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ കുഞ്ഞാവേനെയും കൊണ്ട് വെയിറ്റിങ്ങിലാണ്. 10 മണിക്ക് പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്തിയപ്പോൾ 11:30 12 മണിയായി കേട്ടോ. അങ്ങനെ കുഞ്ഞാവ നല്ല ഉറക്കമാണ്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവൻ എപ്പോഴെങ്കിലും എണീക്കുമോ എന്നുള്ളത്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുമായിരുന്നു. എനിക്ക് എപ്പോഴൊക്കെ ടെൻഷനായിരുന്നു ഇവൻ കരയുമോ എന്നുള്ളത്. നമ്മുടെ ഡോക്ടർ റൗണ്ട്സിലായതുകൊണ്ട് പിന്നെ കുറേ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതും കൂടെ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞിന് BCG എടുക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഞാനും അങ്ങ് തളർന്നു ആ സമയമായപ്പോഴത്തേനും. അപ്പോൾ BCG എടുത്തിട്ട് അപ്പം വേറെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കരയുമായിരുന്നു. പിന്നെ അവനെ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് വരുമ്പോഴാണ് ആശൻ കുറച്ചും കൂടെ ബഹളം ഉണ്ടാക്കുന്നത്. അടുത്ത് നല്ല സന്തോഷമായിട്ട് അങ്ങ് ഇരുന്നോളൂ ആൾ കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കുഞ്ഞിനെ. അങ്ങനെ നമ്മൾ BCG എടുത്തു കഴിഞ്ഞ് പെട്ടെന്നൊന്നും ഇറങ്ങി വരാനും പറ്റത്തില്ല. 1.5-3 മണിക്കൂറും അവർ നമ്മളെ ഒബ്സർവ് ചെയ്യും കുഞ്ഞിനെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡ് കഴിക്കാൻ വന്ന് ഇവനെ അവിടെ തന്നെ ഒരു തൊട്ടിയൊക്കെ ഉണ്ട്. അതിലിങ്ങനെ കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചായ്ക്ക് ഫുഡ് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1/2 കഴിച്ചു. പിന്നെ ഒരു ഫ്രൈഡ് റൈസും കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ചേച്ചിയെ കാണിക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, നിൻ്റെ മമ്മീനെ ഞാൻ എന്തോരം കുത്തിയിട്ടുണ്ടെന്നറിയാമോ, എന്തോരം സൂചി വെച്ചിട്ടുണ്ടെന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യം തൊട്ടേ ഒത്തിരി സ്നേഹത്തോടെ നമ്മളത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും നമ്മൾ പറയുന്ന കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വന്നത് ജെയ്ക്കോയിലേക്കാണ് കേട്ടോ. കാരണം കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കാം എന്നുള്ള ഇതിൽ വന്നതാണ്. അങ്ങനെ കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതിന് ഒരു ചെമ്മട് കുറേ ടിഷ്യൂ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ. കാരണം നമ്മൾ സ്ഥിരം ഈ ജ്വല്ലറി തന്നെയാണ് വരുന്നത്. പിന്നെയും നമ്മൾ വീട്ടിലേക്ക് വരാനുള്ള ഊബറൊക്കെ സെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞൊന്ന് എണീറ്റായിരുന്നു. അപ്പോൾ ഫീഡ് ചെയ്തിട്ട് പിന്നെയും കിടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും ഞാൻ നല്ലോണം തളർന്നു പോയിട്ട്